നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ DCC പ്രസിഡന്റ് നിയമിച്ച മണ്ഡലം പ്രസിഡന്റിനെ അംഗീകരിക്കില്ലെന്ന് മറ്റത്തൂർ കോൺഗ്രസ് പ്രവർത്തകർ. അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റിനെതിരെ പ്രതിഷേധം. വെട്ടുകാട് ജനോദയ കലാസമിതി വായനശാലയുടെ നേതൃത്വത്തിൽ വനിതാവേദി രൂപീകരണവും ക്യാൻസർ പ്രതിരോധ ക്ലാസും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി നഗരസഭ കുമരനെല്ലൂർ 14-ാം ഡിവിഷൻ കുമ്പാര ഉന്നതിയിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. വൃത്തി ക്യാമ്പയിന്റെ ഭവനങ്ങളിൽ നടത്തുന്ന ട്രേഡ് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ തൃശൂർ MLA രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ DCC പ്രസിഡന്റ് നിയമിച്ച മണ്ഡലം പ്രസിഡന്റിനെ അംഗീകരിക്കില്ലെന്ന് മറ്റത്തൂർ കോൺഗ്രസ് പ്രവർത്തകർ. അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റിനെതിരെ പ്രതിഷേധം. DCC ഓഫീസിലെത്തി പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂരിലെ സ്ത്രീകളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് തൃശൂർ DCC ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് മണ്ഡലത്തിൽ നിയമിച്ച പുതിയ മണ്ഡലം പ്രസിഡന്റ് ഹസൻ വില്ലത്തിനെ അംഗീകരിക്കില്ലെന്നാണ് മറ്റത്തൂരിലെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. 15 വർഷത്തോളം പാർട്ടിയിൽ സജീവമല്ലാത്ത ഹസൻ വില്ലത്ത് DCC പ്രസിഡന്റിന്റെ വക്താവാണെന്നും അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലെന്നും മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. DCC പ്രസിഡന്റിന്റെ തീരുമാനം തെറ്റായ പ്രവർത്തനമാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ DCC ഓഫീസ് ഉപരോധിച്ചത്. പ്രതിഷേധ സമയത്ത് DCC പ്രസിഡന്റ് ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. DCC ഓഫീസ് മാനേജറുടെ നിർദ്ദേശപ്രകാരം തൃശൂർ ഈസ്റ്റ് പോലീസ് എത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസിന്റെ ഇടപെടൽ നേരിയ സംഘർഷത്തിനും ഇടയാക്കി. സ്ത്രീകളടക്കമുള്ള 15ഓളം കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതായും തൃശൂർ ഈസ്റ്റ് പോലീസ് അറിയിച്ചു. DCC ഓഫീസിലെ പ്രതിഷേധം ഒന്നാംഘട്ടം മാത്രമാണെന്നും ഉചിതമായ നടപടി എടുത്തില്ലെങ്കിൽ മണ്ഡലത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഒത്തുകൂടി തിരുവനന്തപുരം KPCC ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധത്തിന് എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. തൃശൂർ ജില്ലയിലെ കോൺഗ്രസിനെ ടച്ച് തകർക്കാൻ നോക്കല്ലേ. എവിടെ പോയി ഓടിയൊളിച്ചോ. മറ്റത്തൂരിൽ ഈ ഗതി വരുത്തിയ ഞങ്ങളുടെ പ്രസിഡന്റ്. നാണമില്ലേ പ്രസിഡന്റ്? രാജിവെക്കൂ, പുറത്തു പോകൂ. തൃശൂർ ജില്ലയിൽ ഇല്ലായ്മ ചെയ്തൊരു പ്രസിഡന്റ്. രാജിവെക്കൂ, പുറത്തു പോകൂ. പണത്തിനു വേണ്ടി തെറ്റായ നടപടി ഇവിടെ KPCCയുടെ ഉന്നതാധികാര സമിതി ഇവിടെ ഏതെങ്കിലും മണ്ഡലം പ്രസിഡന്റ് വെക്കാമെങ്കിൽ കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടുത്തെ KPCC സെക്രട്ടറിമാരെ വിളിച്ചിരുന്നു, അവരാരും അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ DCC ഭാരവാഹിയോട് ചോദിച്ചപ്പോൾ അവരും അറിയാതെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ മറ്റത്തൂർ പഞ്ചായത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കുറച്ചുപേരെ പുറത്താക്കിയിരുന്നല്ലോ, അവരെ തിരിച്ചെടുത്തിട്ടുണ്ടോ? ഇതുവരെ ആരെയും തിരിച്ചെടുത്തിട്ടില്ല. അവരെ തിരിച്ചെടുക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതിനുവേണ്ട നടപടികളോ ചെയ്തിട്ടില്ല. കാരണം അവർ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അവിടെ അവരെ ബോധിപ്പിക്കുകയും കാര്യങ്ങൾ ചെയ്തിരുന്നു. DCC പ്രസിഡന്റ് കട്ടായി നിൽക്കാൻ ഇവരൊന്നും തിരിച്ചെടുക്കില്ല, ചെയ്യില്ല. KPCC നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ രാജിവെക്കാൻ. BJP പിന്തുണയും ജയിച്ചത് രാജിവെച്ചിട്ടുണ്ടോ? നമ്മുടെ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് രാജിവെച്ചിരുന്നു. പിന്നീട് നമ്മൾ നിന്ന ആൾക്കാർ അവര് തന്നെയാണ് ജയിച്ചത്. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റും. തിരിച്ചെടുത്തില്ല. BJP പിന്തുണയിലല്ലേ രണ്ടാമത് ജയിച്ചത്? അവിടെ നമുക്ക് ആര് പിന്തുണ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇവർ സ്വതന്ത്രരായി നിൽക്കുകയാണ്. വെട്ടുകാട് ജനോദയ കലാസമിതി വായനശാലയുടെ നേതൃത്വത്തിൽ വനിതാവേദി രൂപീകരണവും ക്യാൻസർ പ്രതിരോധ ക്ലാസും സംഘടിപ്പിച്ചു. വെട്ടുകാട് വായനശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെയും കുടുംബത്തെയും വായനയുടെ ലോകത്തേക്ക് എത്തിക്കുന്നതിനും നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും വനിതാവേദിക്ക് കഴിയണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീവിദ്യ രാജേഷ് പറഞ്ഞു.
വായനശാല പ്രസിഡന്റ് KN ശിവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അഖിൽ, പുത്തൂർ പഞ്ചായത്ത് അംഗം റെജി പുറ്റാനിയിൽ, കുടുംബശ്രീ ചെയർപേഴ്സൺ ജിഷ നളാനന്ദൻ, സെന്റ് ജോൺസ് അക്കാദമി അധ്യാപിക ഷീല, വായനശാല സെക്രട്ടറി PP ജേക്കബ്, വൈസ് പ്രസിഡന്റ് സുഗുണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ക്യാൻസർ രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ KS ജയന്തി ക്ലാസ് എടുത്തു. സമയവും വളരെ പ്രസക്തമായ ഈ വായന പക്ഷാചരണത്തിന്റെ വേളയിൽ തന്നെയാണ് നമ്മൾ ഈ വനിതാ വേദിയുടെ രൂപീകരണം നടത്തുന്നത് എന്നുള്ളത്. നമുക്കിന്നറിയാം വായനയുടെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ വായനാശീലം കുറഞ്ഞു വരുന്നതിൻ്റെ അപാകതകളും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ യുവതലമുറയൊക്കെ വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളെല്ലാവർക്കും കണ്ടറിയുന്നത് തന്നെയാണ്. അപ്പോൾ വനിതാ വേദി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വനിതകൾ വായിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിലൂടെ നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബത്തെയും വായനയുടെ ലോകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓരോ വനിതകളും സ്ത്രീകളും വായിക്കുമ്പോൾ അവർക്കത് മൂലം അവരുടെ കുട്ടികൾ വായിക്കാൻ ഇടയാകും, അവരുടെ കുടുംബത്തിലെ മുഴുവൻ ആളുകൾ വായിക്കാൻ ഇടയാകും. ഓരോ വനിതകളുടെയും കൂടെ ആ കുട്ടികൾ കൂടി നമ്മുടെ വായനശാലകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വനിതാ വേദിയിലെ ഏറ്റവും പ്രധാനമായ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. നിരവധിയായ പ്രവർത്തനങ്ങൾ വനിതാ വേദി ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ട്. ഇന്നത്തെ വർത്തമാനകാല ലോകത്തിൽ വായന വളർത്തുക എന്നതിലുപരി നിരവധിയായ പ്രവർത്തനങ്ങൾ വനിതാ വേദിക്ക് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, വായന എന്ന് പറയുമ്പോൾ പുസ്തകത്തിലൂടെയുള്ള വായന മാത്രമല്ല, ഇന്ന് വായനയുടെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. ഓൺലൈനിൽ വായിക്കുന്നവരുണ്ട്, പുസ്തകം എടുത്ത് വായിക്കുന്നവരുണ്ട്, ഒക്കെ പല തരത്തിൽ വായനയെ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. പക്ഷെ പുസ്തകത്തിലൂടെയുള്ള വായന എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി വിശാലമായ ഒരു ലോകത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതാണ്. വടക്കാഞ്ചേരി നഗരസഭ കുമരനെല്ലൂർ 14-ാം ഡിവിഷൻ കുംഭാര ഉന്നതിയിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ഉന്നതിയിൽ വെച്ച് നടന്ന പ്രതിഷേധ പരിപാടി നഗരസഭാ കൌൺസിലറും യൂത്ത് കോൺഗ്രസ് മുൻ അഖിലേന്ത്യാ സെക്രട്ടറിയുമായ PN വൈശാഖ് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് KA മഹേഷ് അധ്യക്ഷത വഹിച്ച സമരപരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് TP ഗിരീശൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ അളന്നൂർ, ബൂത്ത് പ്രസിഡന്റ് ശശികുമാർ മാസ്റ്റർ, അഭിലാഷ്, മണ്ഡലം സെക്രട്ടറിമാരായ റോയ് ചിറ്റിലപ്പള്ളി, വിശ്വനാഥൻ, സുലൈമാൻ AH, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ശ്രീനേഷ്, ഷൈൻ സുലൈമാൻ, കണ്ണൻ, ഫിറോസ്, വനിതാ നേതാക്കളായ ധന്യ, ശശികുമാർ, സുനിഷ, രുക്മിണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വൃത്തി ക്യാമ്പയിന്റെ ഭവനങ്ങളിൽ നടത്തുന്ന ഡ്രേഡേ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ തൃശൂർ MLA രാജൻ J. പല്ലൻ ഉദ്ഘാടനം ചെയ്തു. വൃത്തി ക്യാമ്പയിന്റെ ഭവനങ്ങളിൽ ഞായറാഴ്ചകളിൽ നടത്തുന്ന ഡ്രേഡേ ഉറവിട നശീകരണ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ MLA രാജൻ J. പല്ലൻ നിർവഹിക്കുകയും പൊതുജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ലീഫ്ലെറ്റ് പ്രകാശനം ചെയ്യുകയും ചെയ്തു. കൂടാതെ കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യുകയും കൊതുകിന്റെ കൂത്താടികളെ തിന്നുന്ന ഗപ്പി മത്സ്യങ്ങളെ വിതരണം ചെയ്യുകയും ചെയ്തു. വീടുകളിൽ ഉറവിട നശീകരണം എല്ലാ ആഴ്ചകളിലും ചെയ്യുന്നത് കൊതുകുജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുമെന്നും കിണർ ക്ലോറിനേഷൻ ചെയ്യുന്നത് വയറിളക്ക രോഗങ്ങളെ തടയുന്നതിന് സഹായിക്കുമെന്നും ഇത് എല്ലാവരും തുടർന്നും ചെയ്യണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ബെനറ്റ് റോഡിലുള്ള ആലപ്പാട്ട് ജോസിന്റെ വീട്ടിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ കോർപ്പറേഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് ജോയ് ബാസ്റ്റിൻ ചാക്കോള, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജിൽഷോ ജോർജ്, ഡോക്ടർ നിർമ്മൽ, ബഷീർ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ്, ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലെ ജീവനക്കാരും ആശാപ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. എന്റെ വീട്ടിൽ പോലും നമ്മള് ചിരട്ടയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ, ടയറിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കളയാൻ ശ്രമിക്കില്ല. നമുക്കറിയാം നമ്മളിതൊക്കെ സംസാരിക്കുന്നത്, പക്ഷെ നമ്മൾ സംസാരിക്കുന്ന നമ്മൾ പോലും അത് പ്രാവർത്തികമാക്കുന്നില്ല എന്നത് കൊണ്ടുകൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീടുകളിൽ ചെന്ന് വീടിന്റെ പരിസരവും മറ്റും വൃത്തിയാക്കുവാനും മഴക്കാല ദുരിത പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ ഇത്തരം പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ സംസ്ഥാനത്തുണ്ടാകുന്ന അസുഖങ്ങളുടെ ഭാഗമായി വളരെ ശ്രദ്ധയോടുകൂടി, വളരെ കരുതലോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത്. ജോസ് ആലപ്പാട്ടിന്റെ വസതിയിൽ നിന്നാണ്
ചുരുക്കത്തില് വീട് പരിസരത്ത് വെള്ളക്കിന് നിർത്തരുത് എന്ന് മാത്രമേ പറയാറുള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് നോക്കിക്കോയില്ലേ ജോസിനെ പരിസരം നോക്കി കുറ്റം കണ്ടെത്താൻ വെച്ചതല്ലേ നമ്മുടെ കോർപ്പറേഷൻ പ്രോസസ്സാണ് നമ്മളെ കിണറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പകർച്ച ആറ് വീടുകളിലേക്ക് പോയി തൃശൂർ കോർപ്പറേഷൻ 12ാം ഡിവിഷൻ കൌൺസിലർ സിൻഡോമോൾ സോജന്റെ നേതൃത്വത്തിൽ മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെയും തൃശൂർ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മഴക്കാലപൂർവ്വ രോഗങ്ങളെപ്പറ്റിയുള്ള ബോധവൽക്കരണ ക്ലാസും ഹോമിയോ ക്യാമ്പും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം കൌൺസിലർ സിൻഡോമോൾ സോജൻ നിർവഹിച്ചു. സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ഡേവിസ് ചിറമൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിനെ ട്രസ്റ്റി പീയൂഷ് ചാലിശ്ശേരി സ്വാഗതവും ടോമി ഇടമറ്റത്തിൽ നന്ദിയും പറഞ്ഞു. സഹവികാരി ഫാദർ ജോൺ പുത്തൂർ, ഡോക്ടർ കിരൺ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പരിപാടികൾക്ക് ട്രസ്റ്റി ആന്റോവി മാത്യു, ലിയോ ആലപ്പാട്ട്, കുടുംബ കൂട്ടായ്മ കൺവീനർ നോബി മേനാച്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. അറിയാനായിട്ട് ഇവർ പറഞ്ഞു തരുന്ന ക്ലാസുകൾ എങ്ങനെ വേണം ആരോഗ്യ പരിപാലനം എന്നതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ലഭിക്കാനായിട്ടുള്ള അവസരത്തിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. ഓരോ കാലഘട്ടത്തിലും അതാത് സമയങ്ങളിലുള്ള രോഗങ്ങൾ നമുക്ക് ഇടയിൽ കാണാറുണ്ട്. മരുന്നുകളെക്കുറിച്ച് അറിയാനും എങ്ങനെ രോഗത്തെ നിയന്ത്രിക്കാമെന്ന് മനസ്സിലാക്കാനുമാണ്. പൂർണ്ണമായിട്ടും ഓക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ ഹെൽത്ത് ക്യാമ്പ് ഇന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് വന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ മഴക്കാലമായി. ഇപ്പം നമുക്കറിയാം ഏറ്റവും അധികം അസുഖങ്ങളൊക്കെ വരുന്നത് മഴക്കാലമാകുമ്പോഴല്ലേ. ഇപ്പോൾ വെള്ളത്തിലൂടെ ഇപ്പോൾ എന്താ പറയുക, മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കെട്ടി നിൽക്കും. അപ്പോൾ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, അതുപോലെ മഴ വരുമ്പോൾ ഈ അലർജി, ആസ്മ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളിലൊരു അതൊക്കെ കൂടും. അതുകൂടാണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ജലദോഷപ്പനി പോലുള്ള അസുഖങ്ങൾ വായുവിലൂടെ പകരുന്നത്. പിന്നെ ഏറ്റവും അധികം എന്ന് പറഞ്ഞാൽ എന്താ, കൊതുക് അല്ലേ. നടത്തറ വലക്കാവിൽ ആവി പിടിക്കുന്നതിനിടയിൽ പൊള്ളലേറ്റ് വിദ്യാർത്ഥി മരിച്ചു. വലക്കാവ് നെല്ലാനി സ്വദേശി കളപ്പുരയ്ക്കൽ വീട്ടിൽ മേജയുടെ മകൻ 14 വയസ്സുള്ള ഏഞ്ചലോ ആണ് മരിച്ചത്. പനിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടെ വീട്ടിൽ വെച്ച് പാത്രത്തിൽ വെള്ളം ചൂടാക്കി ആവി പിടിക്കുന്നതിനിടെ മുഖത്ത് കാര്യമായി പൊള്ളലേൽക്കുകയായിരുന്നു. ഈ സമയം വീട്ടിൽ അനുജൻ മാത്രമാണ് ഉണ്ടായത്. പിന്നീട് വീട്ടുകാർ വീട്ടിലെത്തുമ്പോൾ കുട്ടിയെ പൊള്ളലേറ്റ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുട്ടിയെ ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
കുട്ടനല്ലൂർ സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ വിദേശത്തുള്ള മാതാവ് എത്തിയ ശേഷമാണ് നടത്തുക. തൃശൂരിൽ ലൈംഗിക അനാശാസ്യ കേന്ദ്രത്തിൽ പണത്തെ ചൊല്ലി ക്രൂരമർദ്ദനം, ഒരാൾ കൊല്ലപ്പെട്ടു. ഒഡീഷ സ്വദേശി ധൻപത് നായിക് ആണ് കൊല്ലപ്പെട്ടത്. ലൈംഗിക അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരും ഇടപാടിനെത്തിയവരും ഇതര സംസ്ഥാനക്കാർ മർദ്ദിച്ചത് ഒഡീഷ, ആസാം സ്വദേശികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 8 അംഗ സംഘം ഇക്കഴിഞ്ഞ 18 രാത്രി 10 മണിക്ക് തൃശൂർ കോരപ്പത്ത് ലൈനിലുള്ള വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. കൊല്ലപ്പെട്ട ധൻപത് നായിക്കും ഇതര സംസ്ഥാനക്കാരായ 2 സുഹൃത്തുക്കളും ചേർന്ന് ലൈംഗിക ആവശ്യത്തിനായി ഈ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. മൂവരും തൃശൂർ MG റോഡിലെ ഹോട്ടലിലെ ജീവനക്കാരാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം സർവീസ് മോശമാണെന്ന് പറഞ്ഞ് പണത്തെ ചൊല്ലി തർക്കം ഉടലെടുത്തു. ഇതോടെ ലൈംഗിക ഇടപാട് കേന്ദ്രം നടത്തിപ്പുകാരായ 8 അംഗ സംഘം മൂവരെയും ക്രൂരമായി മർദ്ദിച്ചു. ഇടിവള ഉൾപ്പെടെ ഉപയോഗിച്ച് മൂവരെയും മർദ്ദിച്ച് മർദ്ദനത്തിനു ശേഷം പ്രതികൾ മൂവരെയും കാറിൽ കയറ്റി കോട്ടപ്പുറത്തെ താമസ സ്ഥലത്ത് ഇറക്കിവിട്ടു. നാണക്കേട് ഭയന്ന് മൂവരും ആദ്യഘട്ടത്തിൽ ചികിത്സ തേടിയില്ല. പിറ്റേ ദിവസമാണ് മൂവരും ആശുപത്രിയിൽ ചികിത്സ തേടിയത്. സംഭവത്തിൽ അസം, ഒറീസ സ്വദേശികളായ 6 പേരെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത്. 2 സ്ത്രീകളും 4 പുരുഷന്മാരുമാണ് കസ്റ്റഡിയിലുള്ളത്. ഒരാൾ അസമിലേക്ക് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. 8ാമത്തെ ആളെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കൗമാരപ്രായക്കാരായ കുട്ടികളുടെ ഫുട്ബോൾ മത്സരം മാടക്കത്ര പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ ഇന്ദിരാ സുധാകരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര മത്സരം ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ അജിത സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ, AM അശോകൻ തുടങ്ങിയവരും വാർഡ് മെമ്പർമാരായ മിനി സുരേഷ്, തുളസി സുരേഷ് തുടങ്ങിയവരും ആശംസകൾ നേർന്നു. CDS മെമ്പർമാരായ സ്മിത ഷിബു, ശ്രീജ AS, അർച്ചന പ്രിൻസ്, GV കുസുമം, സീന ES, സിനി പ്രദീപ്, ലിസി ജോയ്, ഗീത സുകുമാരൻ, ലത കാർത്തികേയൻ, മഞ്ജുഷ, അനുശ്രീ, സോഫി സോജൻ തുടങ്ങിയവരും പങ്കെടുത്തു. RPമാരായ രമ്യ KR, ലിറ്റി ഡേവിസ്, അഡ്വക്കേറ്റ് ദിവ്യ MM സന്നിഹിതരായിരുന്നു. 11 ടീമുകൾ പങ്കെടുത്തതിൽ അൺനോൺ ടീം വിന്നേഴ്സും ബേസിക് B ടീം റണ്ണറപ്പ് നേടി. സാമൂഹ്യ വികസന കൺവീനർ സ്മിത ഷിബു നന്ദി പറഞ്ഞു. എപ്പോഴും നമ്മുടെ കുടുംബശ്രീ സംവിധാനം താല്പര്യമുള്ള ചില വിഷയങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങി പോവാണ്. അങ്ങനെ പോയാൽ പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഏത് വിഷയത്തിലും കുടുംബശ്രീക്ക് ഇടപെടാം. കുടുംബശ്രീ സംവിധാനം ഗവൺമെന്റ് ആണെങ്കിൽ ഈ കുടുംബശ്രീ സംവിധാനം കൊണ്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്കുകളിൽ നിന്നൊക്കെ വലിയ വായ്പ. അപ്പോൾ സാധാരണക്കാരായ ഒരു വ്യക്തി പോയി ബാങ്കിൽ പോയി ഒരു 1 ലക്ഷം രൂപ ലോൺ എടുക്കണമെങ്കിൽ അതിൻ്റെ ഫോർമാലിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബശ്രീ ആ യൂണിറ്റുകൾക്ക് അവർക്ക് നേരിട്ട് പോയി ബാങ്കിൽ പോയി 20 ലക്ഷം രൂപ വരെയൊക്കെ 20 അല്ലാതെ കൂടുതൽ എടുക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ എത്ര പൈസ വേണമെങ്കിലും എടുക്കാവുന്ന സംവിധാനം ഇപ്പോൾ ഉണ്ട്. അതൊരു നിസ്സാരമായൊരു കാര്യമല്ല. കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇന്ന് നടക്കുന്ന ഈ പരിപാടി ഇന്ന് നടത്താൻ എളുപ്പമുള്ള പരിപാടിയാണ് ഈ പന്തുകളി മത്സരം. ഇപ്പോഴാണെങ്കിൽ അതിൻ്റെ പ്രസക്തിയുണ്ട്. കാരണം നമ്മുടെ FIFA വേൾഡ് കപ്പിൻ്റെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോഴും മക്കള് ഇത് കാണും. ഇന്നലെ രാത്രി നോക്കുമ്പോൾ അവർ കാണുന്നത് സ്വീഡൻ്റെയും നെതർലാൻഡിൻ്റെയും മത്സരം കാണും. കുറച്ചുകൂടി ഞാനും കണ്ടു. അപ്പോൾ അവരും ഫുൾ ടൈം ഇത് കാണും. ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പന്തുകളി മത്സരം. എൻ്റെ പഴയ വാർഡിൽ ചെന്നപ്പോൾ ഒരു ഈ മെസ്സിയുടെ ഒരു ആലോചിക്ക്. അപ്പോൾ എത്രത്തോളം താല്പര്യം ആളുകൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ അപ്പുറത്ത് ബ്രസീലിൻ്റെയും അതിൻ്റെ അപ്പുറത്ത് 2-3 ടീമിൻ്റെ 10,000 വെച്ച് ചെലവ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപയെങ്കിലും അവിടുത്തെ മാറ്റാമ്പുറത്തെ ചെറുപ്പക്കാർ ഇതിന് മാത്രമായിട്ട് മുടക്കിയിട്ടുണ്ട്. താല്പര്യമുള്ള വിഷയമുണ്ടായി അവർ കാശ് കൊടുക്കും. നമുക്ക് താല്പര്യമുള്ള വിഷയത്തിൽ കാശ് കൊടുക്കും അല്ലേ? നിർബന്ധിക്കപ്പെട്ടാൽ നമ്മൾ സമ്മതിക്കുന്നില്ല. അപ്പം നമുക്ക് താല്പര്യം. അപ്പം ഇപ്പോൾ യുവജനങ്ങൾക്ക് ഇതാണ് താല്പര്യം. അപ്പോൾ അവർ കാശ് കൊടുക്കണം. ഒരു വേറെ പിരിവൊന്നുമില്ല. അവർ നാട്ടിലിറങ്ങി പിരിക്കണമെന്നില്ല. ആ 30 പേരാ ഞാൻ ചോദിച്ചു, 30 പേരാ കാശ് കൊടുക്കുന്നു പറഞ്ഞു. ഈ ഒറ്റ മെസ്സിയുടെ ആ ഒരു കട്ടൗട്ടിൽ എന്താ രസം ഇത് കാണാൻ. എനിക്ക് അർജന്റീനയോട് താല്പര്യമുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി നിന്ന് വണ്ടി നിർത്തി ഇറങ്ങിയത് കണ്ടിട്ട് പോയി വേണ്ടിയിട്ട്. അപ്പോൾ അത് ആളുകളെ സംബന്ധിച്ച് അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ കണ്ടെത്തി അതിലേക്ക് അവരെ ആകർഷിക്കാൻ വേണ്ടി ശ്രമിച്ചാണ്ടല്ലോ അത് വലിയ വിജയമായിരിക്കും.
പുത്തൂർ പഞ്ചായത്തിലെ വെട്ടുകാട് പൊതുകുളം മാലിന്യ കൂമ്പാരമായി മാറുന്നു. ഇരുട്ടായാൽ പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ താവളമെന്നും പരാതി. ഒരു കാലത്ത് നാടിന്റെ ശുദ്ധജല സ്രോതസ്സായിരുന്ന പുത്തൂർ പഞ്ചായത്തിലെ വെട്ടുകാട് പൊതുകുളം ഇന്ന് മാലിന്യവും കാടും നിറഞ്ഞ് നാശത്തിന്റെ വക്കിലാണ്. കുളത്തിൽ ആമ്പൽ ചെടിയും ചണ്ടിയും പായലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിറഞ്ഞ് കുളം ഇപ്പോൾ തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലാണ്. മഴക്കാലമായതോടെ കുളം നിറഞ്ഞൊഴുകുകയും ചുറ്റുമുള്ള വീടുകളിലെ കിണറുകളിലേക്ക് മലിനജലം കയറുകയും ചെയ്യുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുക് പെരുകി ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ പകർച്ചവ്യാധികൾ പടരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഒരു കാലത്ത് നാട്ടിലെ കുട്ടികളുടെ നീന്തൽ കുളമായിരുന്നു ഇത്. കുളിക്കുവാനും അലക്കുവാനും കൃഷി ആവശ്യങ്ങൾക്കും നാട്ടുകാർ ആശ്രയിച്ചിരുന്ന ശുദ്ധജല സ്രോതസ് ഇന്ന് ദുർഗന്ധം വമിക്കുന്ന മലിനജലക്കെട്ടായി മാറി. പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവ തള്ളി കുളം മാലിന്യ കൂമ്പാരമായി മാറി. കുളത്തിലെ ആമ്പലും പായലും പടർന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായും നിലച്ച അവസ്ഥയാണ്. രാത്രിയായാൽ പ്രദേശം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുന്നു. കുളത്തിന്റെ കാടുമൂടിയ പ്രദേശങ്ങളിൽ മദ്യപാനവും ലഹരി ഉപയോഗവും പതിവായതോടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വൈകിട്ട് ആ വഴി പോകുവാൻ പോലും പേടിയാണ്. തെരുവ് വിളക്കുകൾ ഇല്ലാത്തതും ഇത്തരം സംഘങ്ങൾക്ക് സഹായകരമാകുന്നു. കുളം ശുചീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പഞ്ചായത്തിൽ നിവേദനം നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഓരോ വർഷവും ബജറ്റിൽ തുക വകയിരുത്തുകാറുണ്ടെങ്കിലും പണികൾ നടക്കാറില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങൾ മാത്രമാണെന്നും പിന്നെ ആരും തിരിഞ്ഞു നോക്കാറില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. കുളം അടിയന്തരമായി ശുചീകരിച്ച് ആഴം കൂട്ടി ശുദ്ധജല സംഭരണിയാക്കണമെന്നും മാലിന്യം തള്ളുന്നത് തടയാൻ കുളത്തിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കണമെന്നും കൊതുക് നിവാരണ പ്രവർത്തനങ്ങളും തെരുവ് വിളക്കുകളും സ്ഥാപിക്കുകയും സാമൂഹ്യവിരുദ്ധ ശല്യം ഒഴിവാക്കുവാൻ പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നും കുളം സംരക്ഷിക്കുവാൻ ജനകീയ സമിതി രൂപീകരണം തുടങ്ങിയവയാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് തീരുമാനം. ബ്രഹ്മയോഗ കേന്ദ്രം അയ്യന്തോൾ സിവിൽ ലൈൻ പാർക്ക് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. റിട്ടയർഡ് ജില്ലാ ജഡ്ജ് PN വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രെയിനർ KM സജീവ് അധ്യക്ഷത വഹിച്ചു. KP അജയ്കുമാർ, KV സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് സ്വാഗതവും അഡ്വക്കേറ്റ് ഇന്ദിരാദേവി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ബാബു പാറയിൽ, ആറ്റൂർ നാരായണൻ, പത്മാവതി ടീച്ചർ, മണിവേൽ തുടങ്ങിയവരെ ആദരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. 10 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്
an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വീണ്ടും വാർത്തയിലേക്ക്. ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് പാടും പാതിരിമാർ വിയൂർ പള്ളിയങ്കണത്തിൽ കർണാട്ടിക് സംഗീത കച്ചേരി നടത്തി. ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ, ഫാദർ ആൻജോ പുത്തൂർ സംഗീത കച്ചേരി അവതരിപ്പിച്ചു. വയലിൻ പ്രൊഫസർ അബ്ദുൾ അസീസ്, മൃദംഗം രാമക്കൽമേട് കൈലാനാഥ്, ഘടം വെള്ളാറ്റന്നൂർ ശ്രീജിത്ത്, മോസിംഗ്, കോട്ടയം ശരത് തുടങ്ങിയവർ വാദ്യോപകരണങ്ങൾ വായിച്ചു. പുത്തൂരിൽ മലച്ചരക്ക് കടകളിൽ മോഷണം. പുത്തൂർ സ്വദേശി പൂണത്ത് ചന്ദ്രൻ, മണ്ണുത്തി സ്വദേശി ഇനാശു എന്നിവരുടെ കടകളിലാണ് മോഷണം നടന്നത്. കടയുടെ പൂട്ട് തകർത്താണ് മോഷണം നടന്നത്. ചന്ദ്രന്റെ കടയിൽ നിന്ന് ജാതിപത്രിയും ഇനാശുവിന്റെ കടയിൽ നിന്ന് കുരുമുളകുമാണ് നഷ്ടപ്പെട്ടത്. 10,000-ഓളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കടകളുടെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. കടയുടെ പൂട്ട് തകർക്കാനും ഉപയോഗിച്ച കമ്പിപ്പാര ചന്ദ്രന്റെ കടയുടെ മുൻപിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഒല്ലൂർ പോലീസിൽ പരാതി നൽകി. കേരള ബജറ്റിനെതിരെ OBC മോർച്ചയുടെ പ്രതിഷേധം. കേരള ബജറ്റ് 2026-27 സംസ്ഥാനത്തെ ഭൂരിപക്ഷം വരുന്ന മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കായി യാതൊരു പ്രത്യേക പരിഗണനയും പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് ആരോപിച്ച് ഭാരതീയ ജനതാ പാർട്ടി OBC മോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ബഡ്ജറ്റിന്റെ പ്രതീകാത്മക പകർപ്പ് കത്തിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. OBC മോർച്ച തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് സുജിത് പാണ്ഡാരിക്കൽ അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഗീഷ് പൂരാടൻ ഉദ്ഘാടനം ചെയ്തു. OBC വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും സാമൂഹിക സാമ്പത്തിക പുരോഗതിക്കും ആവശ്യമായ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. യോഗത്തിൽ സന്തോഷ് പണിക്കശ്ശേരി, ശ്രീജിത്ത് ത്രിവേണി, ഷാജി പുനക്കപ്പറമ്പിൽ, ജനാർദ്ദനൻ പാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. OBC സമൂഹത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് സർക്കാർ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. OBC മോർച്ചയെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചിട്ടുള്ള ബഡ്ജറ്റ്, കേരള ബഡ്ജറ്റ് 2026-2027 ബഡ്ജറ്റ് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് OBC മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഗീഷ് പുരാടനാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചോളുന്നു. നമസ്കാരം. കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന OBC വിഭാഗങ്ങളെ പൂർണ്ണമായും അവഗണിച്ച ഒരു ബഡ്ജറ്റാണ് ശ്രീ VD സതീശൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിനോടുള്ള പ്രതിഷേധ സൂചകമായി ഭാരതീയ ജനതാ പാർട്ടി OBC മോർച്ച കേരളത്തിന്റെ ഈ ബഡ്ജറ്റ് പ്രതീകാത്മകമായി കത്തിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്.
जय बोलो भारत माता की जय बोलो भारत माता की जय बोलो भारत माता की जय जय बीजेपी जय जय बीजेपी जय जय बीजेपी जय जय बीजेपी जय जय भारत माता जय जय भारत माता. ഒടുവിൽ കുഞ്ഞുകൃഷ്ണ മേനോൻ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചു. ജൂൺ 19 വായനാ ദിനാചരണവും PN പണിക്കർ അനുസ്മരണവും ജൂൺ 20 IV ദാസ് അനുസ്മരണവും നടത്തി. നഗരസഭാ കൌൺസിലർ S രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. T വർഗീസ് PN പണിക്കർ അനുസ്മരണം നടത്തി. അഡ്വക്കേറ്റ് TA നജീബ് IV ദാസ് അനുസ്മരണം നടത്തിക്കൊണ്ട് സംസാരിച്ചു. വായനശാല പ്രസിഡന്റ് K ദീപക് കുമാർ, സെക്രട്ടറി V മണികണ്ഠൻ, ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ്, ലൈബ്രറിയൻ ഷീല മുരളി തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ബഡ്ജറ്റിൽ പ്രവാസികളെ അവഗണിക്കുകയും കോവിഡ് കാലത്ത് പോലും ലഭിച്ചുകൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ ഏപ്രിലിന് ശേഷം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചും കേരള പ്രവാസി സംഘം മണ്ണുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രവാസി ക്ഷേമം എന്നൊന്നില്ലാതെ നിക്ഷേപം മാത്രം ലക്ഷ്യം വെക്കുന്ന ബഡ്ജറ്റിൽ പ്രതിഷേധിച്ച ധർണ ഏരിയ പ്രസിഡന്റ് മൊയ്തുണ്ണിയുടെ അധ്യക്ഷതയിൽ കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം NB മോഹനൻ നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ മാർച്ചിൽ രവീന്ദ്രാക്ഷൻ, രേഖ ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ജിനേഷ്, ബിന്ദു പാപ്പച്ചൻ, സൂര്യ K നായർ, സുബൈദാലി, ഗോപാലകൃഷ്ണൻ K, ആനന്ദൻ തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. തിക്കുംപാടം കോരക്കുളം ശ്രീ ധർമ്മശാസ്ത്ര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. കോരംകുളം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീഭൂതബലി നടന്നു. വലിയ ബലിക്കലിലും പരിവാര പ്രതിഷ്ഠകളിലും ബലി തൂവി. നീലകണ്ഠൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർപ്പബലി 22-ന്, പ്രതിഷ്ഠാദിനത്തിൽ വിശേഷാൽ പൂജകൾ, നിറമാല, നവകം, പഞ്ചഗവ്യം, 25 കലശം, ശ്രീഭൂതബലി, സോപാന സംഗീതം, ഉച്ചയ്ക്ക് മഹാപ്രസാദ ഊട്ട്, വൈകിട്ട് ചുറ്റുവിളക്ക്, തുടർന്ന് കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിൽ പാഞ്ചാരി മേളത്തോടുകൂടിയുള്ള ആന എഴുന്നള്ളിപ്പും ഉണ്ടായി. പൂത്തൃകോവിൽ പാർത്ഥസാരഥി ഭഗവാന്റെ തിടമ്പേറ്റും.
മണ്ണുത്തി വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ റീഡിംഗ് വീക്ക് സെലിബ്രേഷൻ കെ മദൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ടി സജിത റാണി അധ്യക്ഷം വഹിച്ചു. എഴുത്തുകാരിയായ NG നയൻതാര മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ലൈബ്രറിയൻ ഡോക്ടർ നിഷ NB വിദ്യാർത്ഥികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ഡോക്ടർ VS സ്വപ്ന സ്വാഗതവും സാഫ മറിയം നന്ദിയും പറഞ്ഞു. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. പുത്തൂർ ചെറുക്കുന്ന് നിയന്ത്രണം വിട്ട കാർ പറമ്പിലേക്ക് മറിഞ്ഞു. ആർക്കും പരിക്കില്ല. തൃശൂരിൽ നിന്ന് മാന്നാമംഗലത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് വീണു. ചെറുക്കുന്ന് സ്കൂളിന് സമീപം ഇന്ന് രാവിലെയാണ് അപകടം. റോഡിലെ വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട കാർ തൊട്ടടുത്ത പറമ്പിലേക്ക് മറിയുകയായിരുന്നു. വാഹനത്തിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. കാറിലുണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. നാട്ടുകാർ ഓടിയെത്തി യാത്രക്കാരെ പുറത്തെടുത്തു. പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം വീട്ടിലേക്ക് വിട്ടു. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മുക്കാട്ടുകര സ്വസ്തി അസോസിയേഷൻ ഒരു സ്വപ്ന പദ്ധതി. ഓണത്തിന് നമ്മുടെ ഭവനങ്ങളിൽ ചെണ്ടുമല്ലി തൈകൾ നട്ടുപിടിപ്പിച്ചു. ഓണത്തിന് വേണ്ട പൂക്കൾ കുറച്ചെങ്കിലും സംഭരിക്കുന്നതിന് വേണ്ടി ഓരോ വീട്ടിലേക്കും 10 ചെണ്ടുമല്ലി ചെടികൾ സമ്മാനമായി നൽകുന്നതാണ് ആയതിന്റെ കോർപ്പറേഷൻ കൗൺസിലർ ശ്യാമള മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രികയുടെ വസതിയിൽ വെച്ച് നിർവഹിക്കപ്പെടുന്നതാണ് ചെണ്ടുമല്ലി ചെടികൾ. ആവശ്യക്കാർ ചന്ദ്രിക ചേച്ചിയുടെ വീട്ടിലെത്തി സ്വീകരിക്കേണ്ടതാണ്. അസോസിയേഷൻ ഭാരവാഹികൾ നേതൃത്വം നൽകി. ജൂൺ 27, 28 തീയതികളിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ അരങ്ങേറുന്ന ദി കിഡ് ഹു കെയിം ഫ്രം സ്പേസ് എന്ന ശാസ്ത്ര സാങ്കല്പിക ബാലനാടകത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2026 ജൂൺ 21 ശനിയാഴ്ച തൃശൂർ നഗരത്തിൽ ഒരു പൊതുജന ശ്രദ്ധാകേന്ദ്ര പരിപാടി സംഘടിപ്പിച്ചു. അന്യഗ്രഹജീവികൾ തൃശൂരിലെത്തിയെന്ന ആശയം അടിസ്ഥാനമാക്കി നടത്തിയ ഈ പരിപാടിയിൽ പൊതുജനങ്ങളുമായി നേരിട്ടുള്ള സംവാദങ്ങളും രസകരമായ ഇടപെടലുകളും നടന്നു. പരിപാടിയുടെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഇതോടൊപ്പം പങ്കുവയ്ക്കുന്നു. പാലക്കാട്, ഈറോഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 30 കുട്ടികൾ അവതരിപ്പിക്കുന്ന ഈ നാടകം ശ്രീഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ആദ്യ നാടക സംരംഭമാണ്. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന സാഹസികതയും ഹാസ്യവും വികാരങ്ങളും ശാസ്ത്ര സാങ്കല്പികതയും സമന്വയിപ്പിച്ച ഒരു വമ്പൻ വേദി അവതരണമാണിത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ DCC പ്രസിഡന്റ് നിയമിച്ച മണ്ഡലം പ്രസിഡന്റിനെ അംഗീകരിക്കില്ലെന്ന് മറ്റത്തൂർ കോൺഗ്രസ് പ്രവർത്തകർ. അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റിനെതിരെ പ്രതിഷേധം. വെട്ടുകാട് ജനോദയ കലാസമിതി വായനശാലയുടെ നേതൃത്വത്തിൽ വനിതാവേദി രൂപീകരണവും ക്യാൻസർ പ്രതിരോധ ക്ലാസും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി നഗരസഭ കുമരനെല്ലൂർ 14-ാം ഡിവിഷൻ കുമ്പാര ഉന്നതിയിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. വൃത്തി ക്യാമ്പയിന്റെ ഭവനങ്ങളിൽ നടത്തുന്ന ട്രേഡ് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ തൃശൂർ MLA രാജൻ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.